ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഖത്തർ ലോകകപ്പിന്റെ അപൂർവ സ്മരണകളുടെ ഒരു വിസ്മയ ലോകം തീർക്കുകയാണ് തിരുപ്പൂഴിക്കുന്ന് സ്വദേശിയായ റഹൂഫ്. ഖത്തർ വേൾഡ് കപ്പിലെ പ്രധാന സ്റ്റേഡിയങ്ങളായ അൽ ബൈത്ത്, ലുസൈൽ എന്നിവിടങ്ങളിലെ വളണ്ടിയറായിരുന്ന റഊഫ് ആ സേവന കാലയളവിൽ ലഭിച്ച അപൂർവ വസ്തുക്കളും സ്മരണികകളുമാണ് റഊഫിന്റെ വീട്ടിലെ പ്രധാന ആകർഷണം. ദി മെമ്മറി നെസ്റ്റ് എന്ന പേരിൽ വീടിനെ ഫിഫ വേൾഡ് കപ്പ് മ്യൂസിയമായി മാറ്റിയിരിക്കുകയാണ് ഈ പ്രവാസി യുവാവ്. തിരുപ്പൂഴിക്കുന്ന് സ്വദേശി റഹൂഫിന്റെ വീടാണ് ദി മെമ്മറി നെസ്റ്റ് എന്ന പേരിൽ ഫിഫ വേൾഡ് കപ്പ് മ്യൂസിയമായി മാറിയിരിക്കുന്നത്. ഖത്തർ വേൾഡ് കപ്പിലെ പ്രധാന സ്റ്റേഡിയങ്ങളായ അൽ ബൈത്ത്, ലുസൈൽ എന്നിവിടങ്ങളിലെ വളണ്ടിയറായിരുന്നു റഊഫ്. ആ സേവന കാലയളവിൽ ലഭിച്ച അപൂർവ വസ്തുക്കളും സ്മരണികളുമാണ് ഇന്ന് ഈ വീട്ടിലെ പ്രധാന ആകർഷണം. ഫിഫ വളണ്ടിയർമാരിൽ അത്യപൂർവം പേർക്ക് മാത്രം ലഭിക്കുന്ന റോൾ ഓഫറായ VIP ലോഞ്ചുകളിലെ സേവനമാണ് റഊഫിന് നേട്ടമായത്. സേവനത്തിന് ഫിഫ നൽകിയ സ്മരണികൾക്ക് പുറമെ പ്രമുഖർ സമ്മാനിച്ച പ്രത്യേക സമ്മാനങ്ങളും ഈ മ്യൂസിയത്തെ കമനീയമാക്കുന്നുണ്ട്. അർജന്റീനയ്ക്കെതിരെ സൗദി ടീം വിജയിച്ച സന്തോഷത്തിൽ സൗദി രാജാവിനൊപ്പം വന്ന ഒരു VIP സമ്മാനിച്ച ഫിഫയുടെ പ്രത്യേക പതിപ്പായ ഷിപ്പിന്റെ മാതൃക, ലോകകപ്പ് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി തലവൻ ഹസൻ അൽ തവാദി സമ്മാനിച്ച അൽ രഹില ഫുട്ബോൾ ട്രോഫി മെഡലുകൾ, സ്റ്റേഡിയങ്ങൾ, ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ബോൾ തുടങ്ങി 150ഓളം ഫിഫ സ്മരണികളുണ്ട് ഈ ശേഖരത്തിൽ. കിക്ക് ഓഫും ഫൈനലും ഉൾപ്പെടെ 20ഓളം മത്സരങ്ങൾ കാണാൻ കഴിഞ്ഞതും റഊഫിന് ലഭിച്ച വലിയ നേട്ടമാണ്. യാദൃശ്ചികമായി വന്നൊരു അവസരമായിരുന്നു ഈ വളണ്ടിയർ ചാൻസും അതുപോലെ ഈ VIP ലോഞ്ചിൽ തന്നെ കിട്ടിയതും വളരെ റെയറായിട്ട് കിട്ടുന്നൊരു ചാൻസാണ്. അങ്ങനെ വളരെ അപൂർവമായിട്ട് കിട്ടിയൊരു ചാൻസാണ്. VVIPകളുമായിട്ടും ഒക്കെ വളരെ അടുത്തിടപെടാൻ കഴിഞ്ഞു. ഇതിലുള്ള ഗിഫ്റ്റുകൾ മുഴുവൻ ഓരോ VVIPകൾ സമ്മാനിച്ചതാണ് എനിക്ക്. അവരുടെ സ്നേഹപ്രകടനവുമായിട്ടും എനിക്ക് അങ്ങനെയൊക്കെ തന്നതാണ്. 20 വർഷത്തോളമായി ഖത്തറിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ ഈ സ്റ്റേഡിയം നിർമ്മാണത്തിലും 1-2 സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിലും എൻ്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഡ്രൈവറായിട്ട് ടാങ്കർ ഓടിച്ചിട്ടൊക്കെ അതിനകത്തൊക്കെ ഒരു പണി അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പണി. അന്നൊന്നും നമുക്കവിടെ വളണ്ടിയറായിട്ട് കിട്ടുമെന്നോ ഇങ്ങനൊന്നും ഒരു കളി പോലെങ്കിലും കാണാൻ പറ്റുമെന്നൊന്നും വലിയൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. കേവലം ഒരു കളക്ഷൻ എന്നതിലുപരി ഓരോ വസ്തുവിനും പിന്നിലെ ചരിത്രവും കോർത്തിണക്കിയാണ് ഈ ഗാലറി ഒരുക്കിയിരിക്കുന്നത്. അപൂർവ നേട്ടത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്നതാണ് ഈ കൊച്ചു മ്യൂസിയത്തിലൂടെ റഊഫ് ലക്ഷ്യമിടുന്നത്. മൂല്യമായി തോന്നിയത് എന്ന് വെച്ചാൽ ഷിപ്പാണ്. നമ്മളെ കേരളത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ വേൾഡ് കപ്പ് ചരിത്രത്തിൽ, ഫിഫ വേൾഡ് കപ്പ് ചരിത്രത്തിൽ കേരളത്തിൻ്റെ ആദ്യത്തെ സംഭാവനയാണ് ഈ ബേപ്പൂർ ഒരു ഖത്തർ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയതാണ്. അതെനിക്ക് കിട്ടിയത് ഖത്തർ സൗദി രാജാവിനൊപ്പം വന്ന ഒരു VIP അർജന്റീന സൗദി തോൽപ്പിച്ചു. അങ്ങനെ ആ സന്തോഷത്തിൽ ആ കളി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സൗദി രാജാവിനൊപ്പം ഉണ്ടായിരുന്ന ഒരു VIP സമ്മാനിച്ച അങ്ങനെ പേരറിയാത്ത ഒരുപാട് VIPകളൊക്കെ തന്നു തന്നെയാണ് ഈ സാധനങ്ങളുടെ അധികവും. തിരുത്തമൽ വളപ്പിൽ മുഹമ്മദിന്റെയും പരേതയായ നഫീസയുടെയും മകനാണ് 20 വർഷത്തോളമായി ഖത്തറിൽ ഹെവി ഡ്രൈവറായി ജോലി ചെയ്യുന്ന റഊഫ്. മ്യൂസിയം ഒരുക്കാൻ ഭാര്യ സീനത്തും മക്കളായ മാഷിദ, റുഷ്ദ, റഹദ, മുഹമ്മദ് റിഹാൻ എന്നിവരും വലിയ പിന്തുണയാണ് നൽകുന്നത്. അവധിക്കാലം കഴിഞ്ഞ് റഊഫ് ഖത്തറിലേക്ക് മടങ്ങിയാലും ഈ ഓർമ്മക്കൂടിന്റെ കാവൽക്കാരായി കുടുംബമുണ്ടാകും.